കോൺഗ്രസിലെ മുതിർന്ന നേതാവും രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ കെ മുരളീധരനാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം സാർ. നമസ്കാരം. വടകര പോലെ വളരെ സുരക്ഷിതമായൊരു മണ്ഡലം, അങ്ങയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബലമായൊരു മണ്ഡലം, അവിടെ നിന്ന് യഥാർത്ഥത്തിൽ എന്താണ് തൃശ്ശൂരിലേക്ക് മാറാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം? അല്ല, അത് പാർട്ടിയുടെ ഒരു റിക്വസ്റ്റ് ആയിരുന്നു. റിക്വസ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പത്മജ മാറിയ സാഹചര്യത്തിൽ അവിടെ കോൺഗ്രസ് വോട്ടുകളിൽ ഒരു ഇളക്കമില്ലാതിരിക്കാൻ ഞാൻ മത്സരിക്കുന്നതാണ് കുറേ കൂടെ നല്ലത് എന്നുള്ള തീരുമാനം പാർട്ടിയുടെ ഒരു അഭിപ്രായമായിട്ടുണ്ടായി. അപ്പം അങ്ങനെയാണ് അവർ ആ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. പക്ഷേ അതെനിക്ക് പറ്റിയൊരു പാളിച്ച എന്ന് പറയുന്നത് തൃശ്ശൂരത്തെ സംഭവങ്ങൾ പഠിക്കാതെ അത് സമ്മതിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അതിൻ്റെ തെറ്റ് ഞാൻ മറ്റാരെയും പറയുന്നില്ല, അത് ഞാൻ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു. കാരണം വടകരയിൽ അത്യാവശ്യത്തിന് വോട്ട് ചേർത്തിരുന്നു, ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ജനങ്ങൾക്ക് സംതൃപ്തി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ വടകര വിട്ട് തൃശ്ശൂരേക്ക് പോകുമ്പോൾ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ടൊരു സ്റ്റഡി നടത്താനുള്ള സമയം കിട്ടിയില്ല. മാർച്ച് 7-ാം തീയതി രാത്രിയാണ് എന്നോട് വിവരം പറയുന്നത്. 8-ാം തീയതി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, 9-ാം തീയതി തൃശ്ശൂർ പോയി. പിന്നീട് അവിടെ ചെന്ന് കാര്യങ്ങൾ കണ്ടപ്പോഴാണ് അത്ര പന്തിയല്ല എന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ ഇലക്ഷൻ ഭംഗിയായിട്ട് നടത്തുക, ആ രീതിയിൽ ഇലക്ഷനുമായിട്ട് മുന്നോട്ട് പോയി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു. പക്ഷേ റിസൾട്ട് നെഗറ്റീവായി. ഈ തൃശ്ശൂരിലെ, അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ച് ഇത്രയും നാളാണെങ്കിൽ തൃശ്ശൂരിലെ ആ പരാജയം ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വിഷയം കമ്മീഷൻ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് TN പ്രതാപനെതിരായി ചില കാര്യങ്ങൾ പറയാതെ പറയുന്നു. അല്ല, കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെ അവർ സബ്മിറ്റ് ചെയ്തിട്ടില്ല. അത് ഇപ്പോൾ നടക്കുന്ന ഊഹാപോഹങ്ങളാണ്. ചിലരെ കുറ്റപ്പെടുത്തി, ചിലരെ കുറ്റപ്പെടുത്തിയില്ല. അങ്ങനെ ഒരു റിപ്പോർട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനത്തെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടില്ല. അത് സബ്മിറ്റ് ചെയ്യട്ടെ, നോക്കാം. ഞാൻ പക്ഷേ ഒരു ആശയവും പറഞ്ഞിട്ടില്ല, ഞാൻ കമ്മീഷൻ വയ്ക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഇലക്ഷൻ പറഞ്ഞത് എൻ്റെ തെറ്റ് തന്നെയാണ്, ഞാൻ തന്നെയാണ് തൃശ്ശൂരേക്ക് വന്നത്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാതെ തൃശ്ശൂരേക്ക് വന്നു, അതിൻ്റെ ദോഷം അനുഭവിച്ചു. അതുകൊണ്ട് ഞാൻ ആരെക്കുറിച്ചും പരാതി പറയുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കമ്മീഷൻ അംഗങ്ങളോട് ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ഏകദേശം റിപ്പോർട്ട് ഞാൻ അവർക്ക് കൊടുത്തു. ഞാൻ പക്ഷേ അതിലൊരു എന്താ പറയേണ്ടത്, അങ്ങനെ ആരെങ്കിലും കുറ്റപ്പെടുത്തിക്കൊണ്ടൊരു റിസൾട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം പാർട്ടിയുടെ സാധാരണ കമ്മീഷനെ വയ്ക്കാറുണ്ട്, പല കമ്മീഷനും റിപ്പോർട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ പല റിപ്പോർട്ടിലും ആക്ഷൻ എടുത്തില്ല, ചുരുക്കം ചില റിപ്പോർട്ടിൽ മാത്രമേ ആക്ഷൻ എടുത്തിട്ടുള്ളൂ. ഈ കോൺഗ്രസ്സിലെ പല മുതിർന്ന നേതാക്കന്മാരും, അത് അങ്ങനെയൊക്കെ എത്രയോ കാലങ്ങളായി കോൺഗ്രസിനോടൊപ്പം സഞ്ചരിക്കുന്ന ആളാണ്, പലർക്കും വളരെ സേഫായിട്ടുള്ള മണ്ഡലങ്ങളാണ് നൽകാറ്. ഇപ്പം ഉമ്മൻചാണ്ടി ആണെങ്കിലും രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാർക്കൊക്കെ കൊടുക്കുന്ന തരത്തിലുള്ള മണ്ഡലങ്ങളാണ്. പക്ഷേ അങ്ങയുടെ രാഷ്ട്രീയ സഞ്ചാരത്തിൽ എപ്പോഴും വളരെ സമ്മർദ്ദം ചെലുത്തുന്ന അല്ലെങ്കിൽ വലിയ സമ്മർദ്ദമുള്ള ഇടങ്ങളിലേക്ക് ഒരു ചാവേറിനെ പോലെ അങ്ങ് ഇറക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് കെ മുരളീധരന് ഒരു സേഫ് മണ്ഡലം ഒരു തെരഞ്ഞെടുപ്പിലും കൊടുക്കാത്ത തരത്തിലേക്ക് വയ്ക്കുന്നത്? അല്ല, അത് നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് തന്നതാണ്. പക്ഷേ അതുകൊണ്ട് വന്നൊരു പ്രയാസം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അസംബ്ലിയിൽ വട്ടിയൂർക്കാവിൽ MLA ആയിരുന്നപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് പോയതാണ്. അവിടെ ജനങ്ങളുമായിട്ട് അടുത്ത ബന്ധമായിരുന്നു, ഒരു കുടുംബത്തിലെ അംഗത്തിനെ പോലെ അവരോട് പെരുമാറാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് വടകര സ്ഥാനാർത്ഥിയാക്കുന്നത്. വടകരയിൽ 5 വർഷം കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ തൃശ്ശൂർക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾക്ക് പോകാം. ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൻ്റെ കാര്യം പരിശോധിച്ചാൽ നമുക്കറിയാം, രമ്യ ഹരിദാസ് ഒഴികെ ബാക്കി എല്ലാ സ്ഥാനാർത്ഥികളും സിറ്റിംഗ് സീറ്റിൽ നല്ല ഭൂരിപക്ഷത്തോടെ ജയിച്ചു. അതിൻ്റെ അർത്ഥം അവരവിടെ നിന്ന് ജോലിയെടുത്തു. അപ്പോൾ ജനങ്ങൾക്ക് അടുത്ത ബന്ധമുണ്ട്. ഇപ്പോൾ അത് തന്നെയാണ് ഞാൻ വടകരയിൽ നിന്നാലും സംഭവിക്കുക, ജയിക്കാൻ കഴിയും. പക്ഷേ ഒരു പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ഇക്വേഷൻ എന്താണ്, എങ്ങനെയാണ് അവിടുത്തെ കഴിഞ്ഞ 5 വർഷം, ഇതൊന്നും വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. 56,000-ഓളം വോട്ട് BJP ചേർത്ത് വരുമെന്ന് എനിക്കറിയില്ല. വോട്ട് ചേർത്തിട്ടുണ്ട്, നമ്മൾ ചേർത്തിട്ടുണ്ട് എന്നുള്ള സ്ഥിരം പല്ലവിയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷെ അവിടെ ചെന്ന് പ്രവർത്തനം കണ്ടപ്പോഴാണ് കുറേ പന്തികേടുകൾ തോന്നിയത്. പക്ഷെ അപ്പോഴും എൻ്റെ ധാരണ ഇടതുപക്ഷത്തിന് ഇനി ജയിക്കുകയാണെങ്കിൽ ഇടതുപക്ഷം ജയിക്കും, അല്ലെങ്കിൽ ഞാൻ ജയിക്കും എന്നുള്ള ഫീലിംഗാണ് ഉണ്ടായിരുന്നത്. പക്ഷേ BJPയുടെ വിജയം ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം അങ്ങനൊരു വർക്കൊന്നും എനിക്ക് ഫീൽഡിൽ കാണാൻ കഴിഞ്ഞില്ല. UDF ഉണ്ടായിരുന്നു, LDF ഉണ്ടായിരുന്നു. പക്ഷേ LDFൻ്റെ ഭാഗത്ത് ചെറിയൊരു മരവിപ്പ് കാണാൻ സാധിച്ചു. ഞാൻ 98 തൃശ്ശൂർ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. അന്ന് ഉണ്ടായിരുന്ന ഒരു ആവേശത്തിൻ്റെ പകുതി പോലും LDFന് ഉണ്ടായിരുന്നില്ല.
അന്നുണ്ടായിരുന്നൊരു നെഗറ്റീവ് എനിക്കുണ്ടായിരുന്നില്ല. കാരണം 98 ഗ്രൂപ്പിൻ്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ അവിടെ സ്ഥാനാർത്ഥിയാവുന്നത്. അതുകൊണ്ട് ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം ആ കാലത്തെ സാഹചര്യത്തെ എനിക്കെതിരായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ പോസിറ്റീവായിട്ടുള്ള അപ്രോച്ചാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇങ്ങനെ ഒരു നെഗറ്റീവ് റിസൾട്ട് വരുന്നൊരിക്കലും ഞാൻ വിചാരിച്ചില്ല. ഈ തൃശ്ശൂരിലെ വോട്ടിംഗ് ശതമാനം പരിശോധിക്കുമ്പോൾ തൃശ്ശൂരിലെ വോട്ടിംഗ് ശതമാനത്തിൽ 35%-ലേറെ നായർ വോട്ടുകൾ പോയിരിക്കുന്നത് ബി ജെ പിയിലേക്കാണ്. 5%-ലേറെ ക്രൈസ്തവ വോട്ടുകൾ പോയിരിക്കുന്നത് ബി ജെ പിയിലേക്കാണ്. അപ്പോൾ അങ്ങേപോലെ അങ്ങയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തട്ടകമാണ് തൃശ്ശൂർ, അങ്ങയുടെ ജന്മനാടാണ്. അവിടുത്തെ ഇത്തരത്തിലുള്ള വോട്ട് ചോർച്ച അങ്ങേക്ക് അറിയാതെ പോയതിന് പ്രധാന കാരണമായി എന്താണ്? അതായത് ഈ ക്രിസ്ത്യൻ വോട്ടിൻ്റെ ചോർച്ചയാണ് കണ്ടുപിടിക്കാൻ കഴിയാൻ. നായർ വോട്ടുകൾ ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ബി ജെ പിക്ക് പോകാറുണ്ട്. കുറച്ചൊക്കെ വോട്ട് എനിക്ക് കിട്ടാറുണ്ട്. ഇത്തവണ ആ രീതിയിൽ വോട്ടോ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നായർ വോട്ടിനേക്കാൾ ബാധിച്ചത് ക്രിസ്ത്യൻ വോട്ടാണ്. ക്രിസ്ത്യൻ വോട്ടും കാലാകാലങ്ങളിൽ എൽ ഡി എഫിന് ചെയ്യുന്ന കുറേ ഈഴവ വോട്ടുകളും ബി ജെ പിക്ക് പോയി. അതാണ് മെയിനായിട്ട്. അതിൽ ക്രിസ്ത്യൻ വോട്ടാണ് നമ്മുടെ കാൽക്കുലേഷൻ തെറ്റിച്ചു പോയത്. കാരണം ഏതാണ്ടൊരു 2.5 ലക്ഷത്തോളം ക്രിസ്ത്യൻ വോട്ടിൽ ഏതാണ്ടൊരു 1.25 ലക്ഷം കിട്ടുന്നതായിരുന്നു പ്രതീക്ഷ. അത് കിട്ടിയില്ല, അത് താഴോട്ട് പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ബി ജെ പിക്കാണല്ലോ പോകുന്നത്. അപ്പോൾ യു ഡി എഫിൻ്റെ ആ വോട്ട് ബാങ്കിൽ കഴിഞ്ഞ തവണ 2019 കിട്ടിയ 4 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം അപ്പം തന്നെ പോയി. അപ്പം തന്നെ തോറ്റല്ലോ. ഈ അങ്ങനെപ്പറ്റി അങ്ങ് മത്സരിക്കുന്ന സമയങ്ങളിലെല്ലാം, അതായത് ഇപ്പോൾ വയനാട്, ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന വയനാട്, പാലക്കാട്, ചേലക്കര പോലെയുള്ള മണ്ഡലങ്ങളിലെല്ലാം ഒരുപോലെ ഈ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടെ പറയുന്നൊരു പേര് അങ്ങ് നിന്നാൽ മത്സരിച്ച് ജയിക്കാമെന്നൊരു പേരിൽ അങ്ങനെ പേര് വരാറുണ്ട്. പക്ഷേ അത്തരത്തിലൊരു പേര് വരുമ്പോഴും ഇപ്പുറത്ത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറയുന്നത് ബി ജെ പിയോടൊപ്പം നിൽക്കാത്തിടത്തോളം കാലം ഇനി ഒരിക്കലും കെ മുരളീധരൻ നിയമസഭയ്ക്കകം കാണില്ല എന്ന് പറയുമ്പോൾ അത്ര കോൺഫിഡൻറ്റോടുകൂടി അതിന് പറയുന്നതിന് പിന്നിലെ ചെലവ് അല്ല, അത് ഒരു പാർട്ടിയുടെ ഗതികേടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പിന്നെ എന്തിനാണ് ഒരു CPM എതിർക്കുന്നത്? എന്തിനാണ്? കേരളത്തിലെ 139 നിയോജകമണ്ഡലങ്ങളിലും CPM UDF എതിർക്കുന്നവർ എന്തുകൊണ്ടാണ് കെ മുരളീധരൻ നിൽക്കുന്ന ഭാഗത്ത് മാത്രം മുരളീധരനെ തോൽപ്പിക്കാൻ വോട്ട് മറിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദേശീയ പാർട്ടിയുടെ ഗതികേടാണ് ഞാൻ കാണുന്നത്. ഞാനതിനെ ഭയപ്പെടുന്ന ആളുമല്ല. ഞാൻ മത്സരിക്കണോ വേണ്ടേ എന്നുള്ള കാര്യം ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. തൽക്കാലം ലോക്കൽ ബോഡി വരെ കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോക്കൽ ബോഡി ഇലക്ഷന് ശേഷം ഇപ്പോൾ എൻ്റെ ഒരു മൂടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിയമസഭയിലേക്ക് ഒരുപാട് ആളുകൾ മത്സരിക്കാനുണ്ടാവും ചിലപ്പോൾ. കാരണം അധികാരത്തിൽ തിരിച്ചു വരാമെന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് പലർക്കും മത്സരിക്കാൻ താല്പര്യം ഉണ്ടാകും. എന്നാൽ ഞാനാണെങ്കിൽ അങ്ങനത്തെ ഒരു താല്പര്യമൊന്നും എനിക്കൊന്നുമില്ല. വേണമെങ്കിൽ നോക്കാം, അടുത്ത ലോക്സഭയിലേക്ക് നോക്കാം. കാരണം ഇപ്പോഴൊരുപാട് സിറ്റിംഗ് 3-4 തവണയായിട്ടുള്ള MP-മാരുണ്ട്. അവർ ഒഴിയുകയാണെങ്കിൽ ആ സീറ്റിലന്ന് നോക്കാം എന്ന് മാത്രമേ ഞാനിപ്പോൾ കരുതിയിട്ടുള്ളൂ. ഇപ്പോൾ ഒരു മത്സരത്തിൻ്റെ ചിത്രം എൻ്റെ മുമ്പിലില്ല. വട്ടിയൂർക്കാവിലേക്കൊന്നും അങ്ങ് മത്സരിക്കാൻ നിൽക്കുന്നില്ല? അല്ല, വട്ടിയൂർക്കാവിലുണ്ട്. ഞാൻ വട്ടിയൂർക്കാവിൽ സജീവമായിട്ടുണ്ട്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവിലൊരു കോൺഗ്രസ് MLA വരണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് വട്ടിയൂർക്കാവ് കേന്ദ്രീകരിക്കുന്നു. മത്സരിക്കുന്ന കാര്യം ഞാൻ ഇപ്പോൾ തീരുമാനമെടുത്തിട്ടില്ല. വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല? ഇതുവരെ എടുത്തിട്ടില്ല. പക്ഷേ എന്നാലും വട്ടിയൂർക്കാവിൽ സജീവമായിട്ട് ഞാനുണ്ട്. ചേലക്കരയ്ക്ക് ഒരു പ്രത്യേകത ഉള്ളത് 1996 തൊട്ട് ഇങ്ങോട്ട് ഇടതുപക്ഷത്തിൻ്റെ പ്രധാന കോട്ടയാണ്. അപ്പോൾ ഇനി ചേലക്കര പിടിക്കണമെങ്കിൽ അവിടെ ആര് നിന്നാലാണ് കിട്ടുക? അല്ല, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. കാരണം ഒരു 4-5 പേരുകളൊക്കെ പാർട്ടിയുടെ മുമ്പാകെ വന്നിട്ടുണ്ട്. അതൊന്നും കൂടെ പരിശോധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ UDF സാധ്യതയുണ്ട് ഇത്തവണ. കാരണം 96 അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ സീറ്റ് നഷ്ടപ്പെട്ടതാണ്. കോൺഗ്രസ്സിലും മുസ്ലിം ലീഗിലും ഉണ്ടായൊരു ചെറിയ തർക്കം, അതാണ് ആ സീറ്റ് നഷ്ടപ്പെടുത്തിയത്. പിന്നെ രാധാകൃഷ്ണൻ വന്നപ്പോൾ അദ്ദേഹത്തിനോട് അറ്റാച്ച്മെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിക്ക് ഉണ്ടായി. അതുകൊണ്ടാണ് തുടർച്ചയായിട്ട് UDF പരാജയപ്പെട്ടത്. പക്ഷേ ഇത്തവണ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഗുരുവായൂർ കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് ഏറ്റവും ശക്തിയുള്ള നിയോജകമണ്ഡലം ചേലക്കരയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസും മുസ്ലിം ലീഗും ഉള്ള മുന്നണി നന്നായി പ്രവർത്തിച്ചാൽ ഇത്തവണ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ സ്ഥാനാർത്ഥി നിർണ്ണയം ഒരു പ്രധാന ഘടകമാണ്. അത് ആ സമയം വരുമ്പോൾ നമുക്ക് ആലോചിച്ചാൽ മതിയല്ലോ. ഇലക്ഷൻ മിക്കവാറും നവംബറിൽ കാണുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം നവംബറിൽ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലുള്ള ഇലക്ഷൻ്റെ കൂടെ ഈ ബൈ ഇലക്ഷൻ ഉണ്ടാകാനാണ് സാധ്യത.
ചിലപ്പോൾ അതിന് നേരത്തെ വരാം. കാരണം ഈ ബൈ ഇലക്ഷന് പ്രത്യേകിച്ച് ഇലക്ഷൻ കമ്മീഷൻ സ്റ്റേറ്റ് ഈ പത്രസമ്മേളനം നടത്താറൊന്നുമില്ല. ഒരു സർക്കുലർ കൊടുത്താൽ മതി, ഇന്ന ദിവസം ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞ് സർക്കുലർ കൊടുത്താൽ മതി. ആ സർക്കുലർ ഏത് നേരത്തും പ്രതീക്ഷിക്കാം. പക്ഷേ വയനാട് എൻ്റെ ഒരു റീഡിങ് എന്താണെന്ന് പറഞ്ഞാൽ അവർ കുറച്ചും കൂടെ നീട്ടി വയ്ക്കും. കാരണം ഒരു ഇലക്ഷന് പറ്റിയ ഒരു അന്തരീക്ഷം അവിടെ ഇല്ല. പാലക്കാടും ചേലക്കരയും നേരത്തെ നടക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ പണ്ട് തൊട്ടോ അല്ലെങ്കിൽ കോൺഗ്രസിനെ എല്ലാ കാലത്തും വിജയിപ്പിക്കുന്നത് കോൺഗ്രസിൻ്റെ പ്രവൃത്തി കൊണ്ടല്ല, അതിനപ്പുറത്തേക്ക് ജനങ്ങൾ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് അധികമായി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന സന്ദർഭത്തിലും KPCC പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നു. അവർ തമ്മിൽ വളരെ മോശമായ ഭാഷയിലുള്ള ചില വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നു. അല്ലെങ്കിൽ മറ്റ് പാർട്ടിക്കുള്ളിൽ ആന്തരികമായ പല പ്രശ്നങ്ങളുണ്ടാകുന്നു. ഇത് പാർട്ടിയെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നു. അല്ലാതെ ജനങ്ങൾ ചില കാര്യങ്ങളിൽ അവർക്കൊരു സന്ദേഹമുണ്ട്. കാരണം കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ കാലത്ത് ഞാൻ പല സ്ഥലത്തും ചെല്ലുമ്പോൾ അവർ പറയാറുണ്ട് നിങ്ങൾ ഈ തമ്മിലടിയൊന്നും നിർത്തണം. അപ്പോൾ ഞാൻ പറയും ഞാനിപ്പോൾ ഇതിലൊന്നും കക്ഷിയല്ലല്ലോ. അല്ല, നിങ്ങളുണ്ടെന്നല്ലേ പറയുന്നത്, നിങ്ങളുടെ നേതാക്കൾ തമ്മിലുള്ള തർക്കം തീർക്കണം, ഇങ്ങനെ പരസ്യമായിട്ട് പറയുന്നത് ശരിയല്ല എന്നൊക്കെയുള്ള കമൻറ്റ് കേൾക്കാറുണ്ട്. അത് എല്ലാ സെക്ടറിൽ നിന്നുണ്ട്. അപ്പോൾ ആ പറയുന്നവർ കോൺഗ്രസിൻ്റെ വിമർശകരല്ല, കോൺഗ്രസ് ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അതനുസരിച്ച് നേതൃത്വം പെരുമാറുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ KPCC അധ്യക്ഷ സ്ഥാനത്തെ K. സുധാകരൻ എത്തിയ സമയത്ത് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിനെ ഒരു വലിയ കേഡർ സംവിധാനത്തിലേക്ക് മാറ്റുമെന്നാണ്. സത്യത്തിൽ കോൺഗ്രസ് ഇപ്പോൾ ഒരു കേഡർ സംവിധാനത്തിലാണോ പോകുന്നത്? അല്ല, കോൺഗ്രസ്സിലെ കേഡർ സംവിധാനം കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പോലെ ഒരു കേഡർ സംവിധാനം കോൺഗ്രസ്സിൽ നടക്കില്ല. എന്നാൽ അതേ സമയത്ത് എന്തും ചെയ്യാമെന്നുള്ളൊരു പ്രവൃത്തിയും ശരിയല്ല. അതുകൊണ്ടാണ് സെമി കേഡർ എന്നുള്ള ഭാഷയാണ് അദ്ദേഹം പ്രയോഗിച്ചത്. അതോടൊപ്പം തന്നെ പാർട്ടിയിലെ അണികളുണ്ടാക്കാൻ തക്കവണ്ണം CUC പോലുള്ള പല മാർഗങ്ങളും അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. സത്യത്തിൽ ആ നിർദ്ദേശങ്ങൾ അദ്ദേഹം ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹം വിഭാവന ചെയ്ത രീതിയിൽ തന്നെ പാർട്ടി എത്തിച്ചേരുമായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ മറ്റ് ചില സംവിധാനങ്ങളൊക്കെ കാരണം അത് നടക്കാതെ പോയി. അത് നടന്നിരുന്നെങ്കിൽ, ഇപ്പോൾ CUC ഒക്കെ നടന്നിരുന്നെങ്കിൽ താഴെത്തട്ടിൽ അണികളുണ്ടാവുമായിരുന്നു. ഇപ്പോഴും അണികളില്ലാത്തതിൻ്റെ കാരണം ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷേ പലരും നിരാശരായിട്ട് പ്രവർത്തന രംഗത്ത് മാറിയതാണ്. കാരണം ഈ നോമിനേഷൻ, ബൂത്ത് തലം മുതൽ നടക്കുന്ന നോമിനേഷനുകൾ പല പ്രവർത്തകർക്കും ഇഷ്ടപ്പെടുന്നില്ല. കാരണം ചില ആൾക്കാരെ മനഃപൂർവ്വം മാറ്റി നിർത്തുന്നു, ചിലരെ മാത്രം അക്കോമഡേറ്റ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ പ്രവർത്തകരിൽ നിരാശയുണ്ടാവും. ആ നിരാശയാണ് എനിക്ക് കാണാൻ കഴിയുന്നത് താഴെത്തട്ടിൽ. അപ്പോൾ ആ താഴെത്തട്ടിലുള്ള നിരാശയാണ് സത്യത്തിൽ അണികളില്ല എന്ന് നേതാക്കന്മാരിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം. അണികളില്ലാഞ്ഞിട്ടല്ല, അണികളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം എടുത്താൽ മാത്രമേ അവർ സജീവമായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് അണികൾ സജീവമായി പ്രവർത്തിക്കണമെങ്കിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടെടുത്ത് അവരെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കണം. അതിന് പകരം ഇഷ്ടക്കാരെ നിയമിച്ചാൽ ഒരു കാരണവശാലും അണികൾ ഇനി ഉണ്ടാവില്ല. അല്ല, അങ്ങനെയൊക്കെ തീരുമാനം എടുക്കേണ്ടത് അധ്യക്ഷനല്ലേ? അപ്പോൾ അദ്ദേഹം അതിൽ പരാജയം അല്ല, അദ്ദേഹം പരാജയപ്പെട്ടിട്ടില്ല. അദ്ദേഹം നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. പക്ഷേ താഴെത്തട്ടിൽ ചില ആളുകളുണ്ടല്ലോ സ്ഥിരം പ്രശ്നക്കാർ. ഇപ്പോൾ തന്നെ തൃശ്ശൂർ പോലും ഓരോ ഭാരവാഹിത്വം വയ്ക്കുന്ന സമയത്ത് ഇപ്പോഴും ചില ഗ്രൂപ്പിൻ്റെ കഥ പറഞ്ഞു വരുന്നുണ്ട്, ഞങ്ങൾക്ക് ഇത്ര ശതമാനം കിട്ടണം. പാർട്ടി രക്ഷപ്പെടണ്ടേ അവിടെ? അപ്പോഴും ചില ആൾക്കാരുടെ സങ്കുചിത മനസ്ഥിതിയുണ്ട്. അപ്പോൾ അതൊന്നും ശരിയല്ല. അങ്ങനെയുള്ളവരെ കർശനമായിട്ട് നിയന്ത്രിക്കണം, നിയന്ത്രിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തണം. ഏതായാലും ലോക്കൽ ബോഡി ഇലക്ഷനിൽ പാർട്ടി വളരെ ഗൗരവത്തിലാണ് കാണുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് ഓരോ പ്രദേശത്തിൻ്റെ ചാർജ് തന്നിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് പാലക്കാട് ജില്ലയുടെ ചാർജാണ്, രമേശ് ചെന്നിത്തലയ്ക്ക് കോഴിക്കോട് കോർപ്പറേഷൻ്റെ ചാർജാണ്, VD സതീശന് കൊച്ചി കോർപ്പറേഷൻ്റെ ചാർജാണ്, K. സുധാകരന് കണ്ണൂർ കോർപ്പറേഷൻ്റെ ചാർജാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞങ്ങൾ ചെന്നിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുകയല്ല, ഞങ്ങൾ അവരെ സഹായിക്കുക. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇടപെടാനും ഒക്കെ അവരെ സഹായിക്കുക. അതാണ് ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം. ലോക്കൽ ബോഡിയിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ പാലക്കാട് അങ്ങേക്ക് ചുമതലയുണ്ടെന്ന് പറയുന്നുണ്ട്. പാലക്കാട് നടത്തിയ രാഷ്ട്രീയ നീക്കം, അതായത് അവിടെ നിന്ന് ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് കൊണ്ടുവരുന്ന അടക്കമുള്ള രാഷ്ട്രീയ നീക്കം നിയമസഭയിൽ, അതായത് വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതയില്ല. കാരണം കോൺഗ്രസിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ പിടിച്ചെടുത്ത മണ്ഡലമാണ് പാലക്കാട്. അവിടെ നിന്ന് അത്ര ശക്തനായ ഒരാളെ മാറ്റുന്നു, അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള പേരുകൾ വരുന്നു. അപ്പോൾ കൈവിട്ട് പോകാനുള്ള സാധ്യത ഉള്ളിടത്ത് അത്തരത്തിലുള്ള ഞാൻ ഒരിക്കലും പാലക്കാട് കൈവിടും എന്നുള്ള അഭിപ്രായക്കാരനല്ല. കാരണം
പലരും പറയുന്നത് ഇപ്പോൾ ശ്രീധരൻ മെട്രോമാൻ 3800 വോട്ടിനാണ് പരാജയപ്പെട്ടത്. അതുകൊണ്ട് ഇനി ബൈ ഇലക്ഷൻ വരുമ്പോൾ ഇത് കവർ ചെയ്യുന്നതാണ്. ഒരിക്കലും കവർ ചെയ്യാൻ കഴിയില്ല ബി ജെ പിക്ക്. കാരണം ശ്രീധരൻ ജയിക്കാൻ കാരണം ഇത്രയും അടുത്തെത്താൻ കാരണം ഈ ശ്രീധരൻ വന്നാൽ അവിടെ മുമ്പ് തറക്കല്ലിട്ട കോച്ച് ഫാക്ടറി വീണ്ടും വരും, മെട്രോ കൊണ്ടുവരും, പാലക്കാടിൻ്റെ മെട്രോ കൊണ്ടുവരും. അങ്ങനെയൊക്കെയുള്ള ധാരണയിൽ കുറേ കോൺഗ്രസ് അനുകൂല വോട്ടുകളും ശ്രീധരന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവിടെ ബി ജെ പി ജയിക്കില്ല എന്ന് ഞാൻ പറയാൻ കാരണം ഈ ബി ജെ പിയും യു ഡി എഫും ആയിട്ട് മത്സരിക്കുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മാത്രമാണ്. എന്നാൽ മാത്തൂർ പഞ്ചായത്ത്, പിരാഗിരി പഞ്ചായത്ത്, കണ്ണാടി പഞ്ചായത്തുകൾ, ഈ 3 പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയാണല്ലോ പാലക്കാട് അസംബ്ലി. ഇവർ ഈ പറയുന്ന പഴയ പാലക്കാടാണ്, ഈ മങ്കരയും ഒക്കെയുള്ള അത് പഴയ പാലക്കാട്. പുതിയ പാലക്കാടിനെ സംബന്ധിച്ച് ഒരു മുനിസിപ്പാലിറ്റി 3 പഞ്ചായത്തേ ഉള്ളൂ. മുനിസിപ്പാലിറ്റിയിൽ എൽ ഡി എഫും യു ഡി എഫും ആയിട്ട് മത്സരിക്കുന്നു, പഞ്ചായത്തുകളിൽ യു ഡി എഫും എൽ ഡി എഫും ആയിട്ട് മത്സരിക്കുന്നു. മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫും ബി ജെ പി ആയിട്ട് മത്സരിക്കുന്നു, 3 യു ഡി എഫ് എൽ ഡി എഫും ആയിട്ട് മത്സരിക്കുന്നു. അപ്പോൾ ഈ മുനിസിപ്പാലിറ്റിയിലെ വോട്ട് കൊണ്ട് മാത്രം ബി ജെ പിക്ക് ജയിക്കാൻ കഴിയില്ല. സോ നോർമൽ കോഴ്സിൽ എൽ ഡി എഫും യു ഡി എഫും ബി ജെ പി ആയിട്ട് ഒരു 10,000 വോട്ട് മിനിമം ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിച്ചു 2016. ഷാഫി അന്ന് ജയിച്ച 11,000 വോട്ടിനാണ്. അതാണ് ശരിക്കുള്ള വോട്ടിൻ്റെ കണക്ക്. കഴിഞ്ഞ ലോക്സഭയിൽ ശ്രീകണ്ഠൻ 9,400 വോട്ടിൻ്റെ ലീഡുണ്ട് ബി ജെ പിയേക്കാൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഏത് സാഹചര്യം വെച്ച് കൂട്ടിക്കഴിച്ച് നോക്കിയാലും പാലക്കാട് ഒരിക്കലും ബി ജെ പി ജയിക്കില്ല. എന്നാൽ മത്സരം യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ്. അതുകൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ഒരു 10,000 വോട്ടിനെങ്കിലും ജയിക്കുന്നതാണ് എൻ്റെ റീഡിങ്. എൽ ഡി എഫ് 3-ാം സ്ഥാനത്ത് പോകും. എങ്കിലും പഴയൊരു സാഹചര്യം അല്ലാത്തതുകൊണ്ട് ആരവിടെ വന്നാലായിരിക്കും പാലക്കാട് പിടിക്കാൻ കഴിയുന്നത്? അല്ല, അത് ഇപ്പോൾ അവിടുത്തെ ലോക്കലായിട്ടുള്ള പേരുകൾ വന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരുണ്ട്. അത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. എല്ലാ രംഗത്തും അദ്ദേഹം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഒരു സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അങ്ങനെ പ്രദേശം നോക്കേണ്ട ആവശ്യമില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്. 2 അവിടെ ഡി സി സി പ്രസിഡൻറ്റ് തങ്കപ്പനുണ്ട്. തങ്കപ്പൻ വളരെ സീനിയറാണ്, 87 മത്സരിച്ച ആളാണ് മലമ്പുഴയിൽ. കഴിഞ്ഞ തവണ ഒറ്റപ്പാലത്ത് നിന്ന് ഡോക്ടർ സരീനുണ്ട്. അപ്പോൾ ഈ 3 പേരുകളാണ് ഇപ്പോൾ പാർട്ടിയുടെ പരിഗണനയുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അതിലേക്ക് കടന്നിട്ടില്ല, ചർച്ചയിലേക്ക് കടന്നിട്ടില്ല. എലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ ഇലക്ഷൻ കമ്മിറ്റി കൂടി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും, ഹൈക്കമാൻഡിൻ്റെ അംഗീകാരത്തിന് അയക്കും. സംഘടനാ ചുമതലയുള്ള കെ സി വേണുഗോപാൽ ആയതുകൊണ്ട് അദ്ദേഹം തന്നെ അവിടെ നേരിട്ട് ഹൈക്കമാൻഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ കേരളത്തിന് കൊടുക്കുന്ന പേരുകളുടെ അപ്രൂവൽ വാങ്ങും. ഈ 2 കാര്യമാണ് അത്. ഒന്ന്, സ്വാഭാവികമായി ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ കെ സുധാകരനെ മാറ്റണം എന്നുള്ളൊരു ചില സംസാരം ചിലയിടത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുകൂടാതെ 2026 കോൺഗ്രസ് അധികാരത്തിലെത്തും എന്നൊരു സംസാരമുണ്ട്. അങ്ങനെ വരുമ്പോൾ അങ്ങേ കെ പി സി സി അധ്യക്ഷനായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിട്ടൊക്കെ കാണാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, ഞാൻ മത്സരിക്കുന്ന കാര്യം പോലും ഞാൻ തീരുമാനിച്ചിട്ടില്ല. മത്സരരംഗത്ത് നിന്ന് വിട്ടു നിൽക്കാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് സത്യം പറഞ്ഞാൽ. ഏതായാലും അതൊക്കെ ഇനിയും സമയമുണ്ടല്ലോ, 1.5 കൊല്ലം ബാക്കിയുണ്ട്. ഇപ്പോൾ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം ലോക്കൽ ബോഡിയിൽ പാലക്കാട് മാക്സിമം യു ഡി എഫിനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. ആ വർക്കുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 4 മാസം ഉണ്ടല്ലോ അസംബ്ലി ഇലക്ഷന്. അന്നത്തെ സാഹചര്യം അനുസരിച്ച് തീരുമാനിക്കാം. ഈ ലീഡറിൻ്റെ ഒരു സ്മൃതി മണ്ഡപം പണിയുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചർച്ചയ്ക്ക് ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് അതിൻ്റെ അവസ്ഥ? അതിൻ്റെ ഇപ്പോൾ ഒരു അപ്രൂവൽ കിട്ടിയിട്ടില്ല കോർപ്പറേഷൻ്റെ. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ വർക്ക് തുടങ്ങാം. ഒരു പ്രാഥമികമായിട്ടുള്ള ഫണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പെർമിഷൻ കിട്ടിയാലേ വർക്ക് തുടങ്ങാൻ കഴിയൂ. അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആളുകൾ അതിനെ സഹായിക്കും. ഇപ്പോഴവർ ചോദിക്കുന്നതൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ എന്നാണ് പറയുന്നത്. തുടങ്ങാനുള്ള ഒരു താമസം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്ലാനിൽ ഒരു മാറ്റം വന്നു. മാറ്റവും അതുപോലെ തന്നെ സാങ്ഷന് കൊടുത്തിട്ടുണ്ട്. സാങ്ഷൻ കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ സ്വാഭാവികമായിട്ട് എടുക്കുന്ന ഒരു ഡിലേ മാത്രമേ ഉള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ വർക്ക് തുടങ്ങാം. ഈ ഏറ്റവും അവസാനമായിട്ടൊരു ചോദ്യം കൂടെ. ഇപ്പോൾ കേരളത്തിൽ കത്തി നിൽക്കുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണ്. അതിൽ കൃത്യമായി ആ റിപ്പോർട്ടിൽ സീരിയൽ മേഖലയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ഒരു വ്യക്തിയെ പറ്റി പറയുന്നു. ആത്മ എന്ന് പറയുന്ന അവരുടെ സംഘടനയുടെ പ്രസിഡന്റിനെ പറ്റി പറയുന്നു. അത് കാലങ്ങളായി ഇടതുപക്ഷ സർക്കാരിലെ മന്ത്രിയായ കെ ബി ഗണേഷ് കുമാറാണ്. അദ്ദേഹത്തെ ഇൻഡയറക്റ്റായിട്ടോ ഡയറക്റ്റായിട്ടൊക്കെ പലരും അദ്ദേഹം തന്നെയാണെന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എബിൻ വർക്കി പറയുന്നു.
അല്ലെങ്കിൽ ഷമ്മി തിലകൻ പറയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും കോൺഗ്രസ് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അത്രയ്ക്ക് ഒരു ആ 15 അംഗത്തിൽ ഒരാളാണ് കെ വി ഗണേഷ് കുമാർ എന്ന് മനസ്സിലാക്കിയാണ് ഒരു അതല്ല, അത് നമ്മൾ ഒരാളെ പറ്റി വിമർശനം നടത്തുമ്പോൾ പാർട്ടി ഒഫീഷ്യലായിട്ട് അഭിപ്രായം പറയണമെങ്കിൽ തെളിവ് വേണം. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താ? കോൺഗ്രസും UDF ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണം. പ്രസിദ്ധീകരിക്കാതെ ഇരകളുടെ പേര് പറയണ്ട, പക്ഷേ വേട്ടക്കാരുടെ പേര് പറയണം. ആ വേട്ടക്കാരുടെ പേര് പറയുന്നതിന് എന്താ തടസ്സം? എന്താ? ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയത്തിൽ എത്ര പേർക്കെതിരായിട്ട് ആരോപണം വന്നിട്ടുണ്ട്? എത്ര അന്വേഷണം നടത്തിയിട്ടുണ്ട്? അതുകൊണ്ട് രാഷ്ട്രീയ മേഖല തകർന്നോ? ഇല്ലല്ലോ. സിനിമയിലെ ചില കശ്മലന്മാർ ചെയ്ത പ്രവൃത്തികളാണ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്. ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞു ഇരകളുടെ പേര് പറയണ്ട, പക്ഷേ വേട്ടക്കാരുടെ പേര് പറയണം. വേട്ടക്കാരുടെ പേര് കണ്ടാൽ മാത്രമല്ല ഇന്നാളുണ്ട് നമുക്ക് പറയാൻ പറ്റൂ. ഇതിപ്പോൾ വെറും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ? അപ്പോൾ കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായിട്ട് തീരുമാനം എടുക്കണമെങ്കിൽ വേട്ടക്കാരുടെ ലിസ്റ്റ് കാണണം. അതാണ് ഞങ്ങൾ പറഞ്ഞ ലിസ്റ്റ് കാണണം എന്ന് പറയാൻ കാരണം. അല്ല, ഇതിൽ ഈ ആത്മാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് എല്ലാ കാലത്തും കെ വി ഗണേഷ് കുമാർ തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ പിന്നെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ഒരാളിങ്ങനെ പ്രവർത്തിച്ചു എന്ന് അതിൽ കൃത്യമായി പറയുമ്പോൾ അത് കെ വി ഗണേഷ് കുമാർ ആണെന്നില്ല. അത് അവർക്ക് കോടതിയെ സമീപിക്കാമല്ലോ. അല്ല, പാർട്ടിയുടെ ഭാഗത്ത് അല്ല, പാർട്ടിക്ക് അത് എടുക്കാൻ പറ്റില്ല. പാർട്ടിക്ക് ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് നീങ്ങാൻ കഴിയില്ല. പാർട്ടി പറയുന്നത് ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം, വേട്ടക്കാരുടെ പേര് പുറത്തു വിടണം. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഈ സോളാറിൻ്റെ 2017 സെപ്റ്റംബറിൽ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു. 2017 നവംബർ മാസത്തിൽ തന്നെ സഭയുടെ മേശപ്പുറത്ത് വെച്ച് നിയമസഭയുടെ 2 മാസമേ ടൈം എടുത്തുള്ളൂ. ഇത് 4.5 കൊല്ലം അടയിരുന്നു. അവസാനം കോടതിയിൽ പോയിട്ട് രക്ഷയില്ല എന്ന് കണ്ടപ്പോഴാണ് സർക്കാർ റിപ്പോർട്ടിൻ്റെ പ്രധാന ഭാഗങ്ങൾ പൊതിഞ്ഞു വെച്ച് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. ഞാൻ പറയുന്നത് ആ റിപ്പോർട്ട് പൂർണ്ണമല്ല. ഇരകളുടെ പേര് മാത്രം നിങ്ങൾ പൊതിഞ്ഞു വെച്ചോ, കാരണം ഇരകൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. പക്ഷേ വേട്ടക്കാരുടെ പേരുകൾ എന്ത് നിയമ നടപടി എടുത്താലും ശരി അത് പുറത്തു വരണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പേരുകൾ പുറത്തു വരണം. പുറത്തു വന്ന് പിന്നെ എങ്ങനെ നീങ്ങണം എന്നുള്ള അപ്പോൾ ആലോചിക്കാം. പക്ഷേ ആദ്യം വില്ലന്മാരാരാണ് എന്ന് അറിയണം. അല്ലെങ്കിൽ സംശയം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരെയും ജനം സംശയിക്കും. നാളെ ഓരോരുത്തരും ഓരോ പേര് പറയാൻ തുടങ്ങും. ഈ തെറ്റ് ചെയ്യുന്ന വിദ്വാൻമാരുടെ പേര് പുറത്തു വന്നില്ലെങ്കിൽ മാന്യന്മാരും സംശയിക്കപ്പെടും. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഇത് പ്രസിദ്ധീകരിക്കണം. അതിനൊരു നിയമ തടസ്സവുമില്ല. ഒരു കോടതിയും വേട്ടക്കാരുടെ പേര് പുറത്തു പറയുന്നതിനെതിരല്ല. ഇരകളുടെ പേര് പറയാൻ പാടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്തിനാണ് ആരെ ഭയപ്പെടാനാണ്, ആരെ രക്ഷിക്കാനാണ് സർക്കാർ ഇങ്ങനെ ചെയ്യുന്നത്? നാട്ടുകാർക്ക് സംശയമുണ്ട്, ജനത്തിന് സംശയമുണ്ട്. ഏതായാലും ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ട്. ഹൈക്കോടതിയിൽ പ്രതീക്ഷയുണ്ട്. ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള പൊതിഞ്ഞ് വെച്ച ഭാഗങ്ങളും അവരെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ലക്ഷണമാണ്. ഇപ്പോൾ ഏതായാലും മിണ്ടാതിരിക്കുന്ന അമ്മയും അമ്മാവനൊക്കെ ഇപ്പോൾ രംഗത്ത് വരാൻ തുടങ്ങിയല്ലോ. അപ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ്. എന്താണ് ഈ സംഘടനകൾ, താരസംഘടനകൾ എന്ന് പറയുമ്പോൾ വെറും ജീവനക്കാർ, അതായത് താരങ്ങൾക്ക് ഈ സിനിമയിൽ നിന്ന് മാറുന്നവർക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടി മാത്രമാണോ അത് സംഘടന? ഇവരെന്താ വായ തുറക്കാത്ത? എന്താ അത്? ഇന്നാണ് ഇത്രയും ബഹളം ഉണ്ടായിട്ട് അമ്മ എന്താ ചെയ്യുന്നത് നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇന്ന് ഓൺലൈൻ യോഗം ചേരുന്നത്. അതെ, ഇത് ഇത്രയും വലിയ റിപ്പോർട്ട് അവരുടെ ഫീൽഡിലുള്ള വില്ലന്മാരെ രംഗത്ത് കൊണ്ടുവരേണ്ട അവരുടെ കൂടെ ആവശ്യമല്ലേ? കാരണം സ്ത്രീകൾക്ക് അവിടെ ഒരു സുരക്ഷിതത്വം ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ അമ്മയ്ക്ക് എന്താ ജോലി? വെറും പെൻഷൻ കൊടുക്കൽ സംഘടനയാണോ? അല്ലല്ലോ. എന്തായാലും പാർട്ടി അതിൻ്റെ അടിവേര് ഉറപ്പിക്കണം എന്ന് തന്നെയാണ് കെ മുരളീധരൻ്റെ വാദം. ഇനി എന്തായാലും പുതിയ തീരുമാനങ്ങളൊന്നും താൽക്കാലികമായി എടുക്കുന്നില്ല. പാർട്ടി തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി ചെയ്യുക എന്നുള്ളതാണ് ഉത്തരവാദിത്തം. അത് വൃത്തിയായി തന്നെ ചെയ്യും എന്ന് അടിയുറച്ച് പറയുന്നു.